Dear students, next we are going to discuss the problem in midpoint circle algorithm. The question is demonstrate the midpoint circle algorithm by determining the positions along the circle octant in the first quadrant from x equal to 0 to x equal to y and given the circle radius r equal to 10. So here നമുക്ക് first quadrant first octant, that is ഈ ഒരു octant പോയിൻറ്റ്സ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു വൈ. എക്സ് ഈക്വൽ ടു 0 മീൻസ് ദിസ് പോയിൻറ്റ് ആൻഡ് എക്സ് ഈക്വൽ ടു വൈ മീൻസ് ദിസ് പോയിൻറ്റ്. സോ ഈ ഒരു ഒക്ടൻറ്റിലെ പോയിൻറ്റ്സ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് ഒക്ടൻസിലെ പോയിൻറ്റ്സ് മാത്രം കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അല്ലാതെ നമുക്ക് അൽഗോരിതത്തിൽ പോലെ റിമൈനിങ് 7 ഒക്ടൻസിലെ പോയിൻറ്റ്സ് ഒന്നും പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ സെൻറ്റർ ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. സോ ഇറ്റ് മീൻസ് ദാറ്റ് ബൈ ഡിഫോൾട്ട് ദ സർക്കിൾ സെൻറ്റർ ഈസ് അറ്റ് ഓൾസൺ. ചില കേസിൽ ക്വസ്റ്റ്യനിൽ സർക്കിളിൻ്റെ സെൻറ്ററും കൂടെ തന്നേക്കും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ആ ഒരു ഒക്ടനിലെ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചതിന് ശേഷം ആ സർക്കിൾ സെൻറ്ററും കൂടെ ആഡ് ചെയ്തിട്ട് വേണം സ്പെസിഫൈഡ് പൊസിഷൻസ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ സർക്കിൾ സെൻറ്റർ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ദാറ്റ് മീൻസ് സർക്കിൾ സെൻറ്റർ ഈസ് ഓർജിൻ. സോ ആ കേസിൽ ആ ഒരു പർട്ടിക്കുലർ ഓക്ടൻറ്റിൻ്റെ എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു വൈ, അതായത് ഫിഗറിൽ കാണിച്ചേക്കുന്ന ഓക്ടൻറ്റിൻ്റെ പോയിൻറ്റ്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇൻ കേസ് സർക്കിൾ സെൻറ്റർ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, സ്പെസിഫൈഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ആ പോയിൻറ്റ്സിൻ്റെ കൂടെ ആ സർക്കിൾ സെൻറ്റർ എക്സിൻ്റെ കൂടെ എക്സിയും വൈൻ്റെ കൂടെ വൈസിയും കൂടെ ആഡ് ചെയ്തിട്ട് ന്യൂ പോയിൻറ്റ്സും കൂടെ കണ്ടുപിടിക്കണം. അല്ലാതെ റിമൈനിങ് 7 ഒക്ടൻസിലെ പോയിൻറ്റ്സ് ഒന്നും നമുക്കങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഹിയർ ദ റേഡിയസ് ആർ ഈക്വൽ ടു 10 ആൻഡ് ദ ഫസ്റ്റ് പോയിൻറ്റ് ഈക്വൽ ടു x0 y0 ഈക്വൽ ടു അക്കോർഡിംഗ് ടു അൽഗോരിതം is 0 r, that is 0 10. Then initial decision parameter P0 equal to equation is 1 minus r, that is 1 minus 10 equal to minus 9. Then നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇഫ് പി കെ ലെസ് ദാൻ 0 നെക്സ്റ്റ് പോയിന്റ് വിൽ ബി എക്സ് പ്ലസ് 1 വൈ കെ. എക്സ് കൂടും വൈ സെയിം തന്നെയായിരിക്കും. ആൻഡ് ദ ന്യൂ പി കെ പ്ലസ് 1 ഈക്വൽ ടു പി കെ പ്ലസ് 2 എക്സ് കെ പ്ലസ് 1. Then if pk is greater than 0, new point will be x is incremented by 1 and y is decremented by 1 and pk plus 1 equal to pk plus 2 xk plus 1 plus 1 minus 2 yk plus 1. ഇതാണ് നമുക്ക് ഇക്വേഷൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇതുപോലൊരു കോളം വരയ്ക്കുക. ദെൻ ഫസ്റ്റ് കോളം കെ സ്റ്റാർട്ടിങ് ഫ്രം 0, ദെൻ പി കെ നമുക്ക് ആദ്യം കിട്ടിയ വാല്യൂ -9 ആണ്. ആ -9 അതുപോലെ എടുത്ത് എഴുതുക. അതായത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ ആ ടേബിൾ ആദ്യം തന്നെ എഴുതുക. ദെൻ എക്സ് കെ പ്ലസ് 1 വൈ കെ പ്ലസ് 1 നെക്സ്റ്റ് സ്റ്റെപ്പ് 2 എക്സ് കെ പ്ലസ് 1 ആൻഡ് 2 വൈ കെ പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസിഷൻ പാരാമീറ്റർ നോക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ എക്സ് വാല്യൂവും വൈ വാല്യൂവും പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാം. ദെൻ ഈ 2 എക്സ് കെ പ്ലസ് 1 2 വൈ കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കിവിടെ കിട്ടിയ പോയിൻറ്റ്സ് എന്താണോ അതിൻ്റെ ഡബിളാണ് 2 എക്സ് കെ പ്ലസ് 1 2 വൈ കെ പ്ലസ് 1. വേറെ കാൽക്കുലേഷൻ്റെ ഒന്നും ആവശ്യമില്ല അൽഗോരിതത്തിലൊന്നും പറഞ്ഞതുപോലെ. ഇവിടെ ജസ്റ്റ് എന്താണോ എക്സിൻ്റെ വൈ വാല്യൂ കിട്ടുന്നത് അതിൻ്റെ ജസ്റ്റ് ഡബിളായിരിക്കും 2 എക്സ് കെ പ്ലസ് 1 ആൻഡ് 2 വൈ കെ പ്ലസ് ആൻഡ് വിച്ച് ഈസ് നീഡഡ് ടു ജനറേറ്റ് ദ നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എക്സിൻ്റെ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ആകുന്നവരെ ചെയ്യണം. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂവും വൈൻ്റെ വാല്യൂവും 7 ആകുന്നവരെയാണ് നമ്മൾ 7 സ്റ്റെപ്സ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കെയുടെ വാല്യൂ 6 ആവുന്ന പോലെ ഫ്രം 0. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡിസിഷൻ പാരാമീറ്റർ ഈക്വൽ ടു -9, ദാറ്റ് ഈസ് എ നെഗറ്റീവ് വാല്യൂ. നെഗറ്റീവ് വാല്യൂ മീൻസ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എക്സ് കൂടും വൈ സെയിം തന്നെയായിരിക്കും. സോ ഇപ്പോൾ ഈ ഒരു കോളം എഴുതുമ്പോൾ അതിൻ്റെ എക്സ് വൈ പോയിൻറ്റ്സിൻ്റെ തൊട്ടുമേലിൽ നമ്മുടെ ഇനിഷ്യൽ പോയിൻ്റ് എന്ന് പറയുന്നത് 0 10. ആ 0 10 അതുപോലെ എടുത്ത് എഴുതുക. ദെൻ 2 എക്സ് കെ പ്ലസ് 1ൻ്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. 2 വൈ കെ പ്ലസ് 1ൻ്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് വെച്ചാൽ 2 ആയിരിക്കും. നമുക്ക് അൽഗോരിതത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് 20. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമ്മുടെ കോളത്തിന് ടേബിളിന് മുകളിലായിട്ട് എഴുതി വെക്കണം. ഇനിഷ്യൽ പോയിൻ്റ് എന്താണ്, എക്സിൻ്റെ ഇനിഷ്യൽ വാല്യൂ എന്താണ്, വൈൻ്റെ ഇനിഷ്യൽ വാല്യൂ എന്താണ്. ഓക്കെ, ദെൻ ഇപ്പോൾ എക്സിൻ 2 എക്സ് കെ പ്ലസ് 1 2 വൈ കെ പ്ലസ് 1 എടുത്ത് എഴുതിയില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. ഇത് ആക്ച്വലി നമുക്ക് ഇതിൻ്റെ ഒരു ഡബിൾ എന്നുള്ള രീതിയിൽ അങ്ങ് പോയാൽ മതി. ആക്ച്വലി അതങ്ങനെയല്ല വരുന്നത്. 2 എക്സ് കെ പ്ലസ് 1 എന്ന് പറയുന്നത് നമുക്ക് ഇനിഷ്യൽ ഒരു വാല്യൂ കാണും, അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്ത് പോവുക. 2 വൈ കെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിഷ്യൽ വാല്യൂ കാണും, അതിൽ നിന്ന് 2 മൈനസ് ചെയ്ത് പോവുകയായിരിക്കും ചെയ്യേണ്ടത്. പക്ഷേ അത് നിങ്ങൾക്ക് തെറ്റാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. അതുകൊണ്ടാണ് ഇത് നോക്കി ജസ്റ്റ് 2 വൈ കെയും എക്സ് കെ പ്ലസ് 1 എഴുതിയാൽ മതി എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് അപ്പോൾ ഇവിടെ ഡിസിഷൻ പാരാമീറ്റർ -9 ആണ്.
അതിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സോ എക്സ് വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്തു, വൈ വാല്യൂ റിമെയിൻസ് ദ സെയിം ആൻഡ് 2xk+1 ഇതിൻ്റെ ഡബിൾ 2 ആൻഡ് 2yk+1 = 20. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡിസിഷൻ പാരാമീറ്ററും കൂടെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കണം. ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്ന ഓൾഡ് ഡിസിഷൻ പാരാമീറ്റർ പ്ലസ് 2xk+1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -6. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വീണ്ടും ഒരു നെഗറ്റീവ് വാല്യൂ ആണ് വന്നത്. സോ എക്സ് 1 കൂടി വൈ സെയിം ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് -6 പ്രീവിയസ് ഡിസിഷൻ പാരാമീറ്ററിൻ്റെ കൂടെ +4 എന്ന് വെച്ചാൽ നമ്മുടെ 2xk+1 + 1 ദാറ്റ് ഈസ് -1. നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഡിസിഷൻ പാരാമീറ്റർ നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് എക്സ് വീണ്ടും 3 ആയി, വൈ റിമെയിൻസ് ദ സെയിം. ദെൻ 2xk+1 എക്സ് 6ഉമാണ്, 2yk+1 20യുമാണ്. ആ കേസിൽ നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് കെയുടെ വാല്യൂ 2 ആകുമ്പോൾ അവിടെ ഡിസിഷൻ പാരാമീറ്റർ -1 ആണ്. -1 ആവുന്ന കേസിൽ നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 310 ആണ്. സോ ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് കറണ്ട് ഡിസിഷൻ പാരാമീറ്റർ -1 + 2xk+1 ദാറ്റ് ഈസ് 6 + 1. ഈ ഇക്വേഷനെ ബേസ് ചെയ്താണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ വാല്യൂ 6 എന്ന് കിട്ടി. സോ 6 ഈസ് ദ നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു സ്റ്റെപ്പിലോട്ട് വന്നപ്പോൾ നമുക്ക് അവിടെ കിട്ടിയതൊരു പോസിറ്റീവ് ഡിസിഷൻ പാരാമീറ്റർ ആണ്. പോസിറ്റീവ് ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് എക്സ് ഒന്ന് കൂടും, ദാറ്റ് ഈസ് എക്സിൻ്റെ വാല്യൂ 4 ആയി, വൈ ഒന്ന് കുറയും. ദാറ്റ് ഈസ് ഇതുവരെ വൈയുടെ വാല്യൂ 10 ആയിരുന്നു, അവിടെ വന്നപ്പോൾ 10 is decremented by 1 that is 9. Okay, so 2xk+1 = 8 and 2yk+1 = 18. Then next decision parameter equals, so ഇവിടെ 0.49 ആണ്. Then next decision parameter എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് pk + 2xk+1 that is 8 + 1 - 2yk+1 that is 18 = -3. സോ -3 എന്ന് പറഞ്ഞ ഡിസിഷൻ പാരാമീറ്റർ നമുക്ക് കിട്ടി. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ്. ഡിസിഷൻ പാരാമീറ്റർ -3 ആണ് കിട്ടിയത്. അപ്പോൾ -3 എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് എക്സ് ഒന്ന് കൂടി, വൈ റിമെയിൻസ് ദ സെയിം. ദെൻ 2xk+1 2yk+1. നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് ഓൾഡ് ഡിസിഷൻ പാരാമീറ്റർ -3 + 2xk+1 ദാറ്റ് ഈസ് 10 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 8. Okay, then moving to step of k = 0, k = 5. ഡിസിഷൻ പാരാമീറ്റർ 8 ആണ്, പോസിറ്റീവ് ആകുമ്പോൾ എക്സ് കൂടി, വൈ ഒന്ന് കുറഞ്ഞു, 2xk+1 2yk+1. ദെൻ നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ = 8 + 12 + 1 - 60 according to this equation. So 21 - 16 = 5. Okay, then moving to next step. Decision parameter = 5, that is a positive value. So x is incremented by 1 and y is decremented by 1, 7i, x+1 2xk+1 and 2yk+1. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ഈക്വലായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്ലോട്ട് കാൽക്കുലേഷനും അതുപോലെ തന്നെ നെക്സ്റ്റ് ഡിസ്റ്റൻസ് പാരാമീറ്റർ കാൽക്കുലേഷനും according to algorithm 3-4 steps is repeated until x is greater than or equal to y. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതിനകത്തെല്ലാം x is less than y ആയിരുന്നു. ഈ ഒരു സ്റ്റെപ്പ് ആയപ്പോൾ x = y ആയി. സോ അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. സോ ഇവിടെ ടോട്ടൽ 7 പോയിൻറ്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓരോ സ്റ്റെപ്പിലോട്ടും എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമുക്ക് ഡിസിഷൻ പാരാമീറ്റർ കിട്ടിയതിനെ ഇവിടെ എഴുതുക. ഇനി ഓരോ സ്റ്റെപ്പിലും ആ ഡിസിഷൻ പാരാമീറ്ററിനെ ബേസ് ചെയ്ത് പോയിൻറ്റ്സും കണ്ടുപിടിക്കുക, ഈ വാല്യൂവും കണ്ടുപിടിക്കുക, നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോയിട്ട് വീണ്ടും ഡിസിഷൻ പാരാമീറ്ററിൻ്റെ വാല്യൂ നോക്കുക, ഈ വാല്യൂ കണ്ടുപിടിക്കുക, നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു ഇക്വേഷനും കൂടി സൈഡിൽ എഴുതി വെച്ചേക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പോയിൻറ്റ്സ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ബ്രസൻഹാംസിൽ ലൈൻ ഡ്രോയിങ് DDA കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് എൻഡ് പോയിൻ്റ് വരെ ലാസ്റ്റ് പോയിൻ്റായിട്ട് കിട്ടുവാണെങ്കിൽ കറക്റ്റായിട്ട് പറയായിരുന്നു നമുക്ക് കിട്ടിയ പോയിൻറ്റ്സ് എല്ലാം കറക്റ്റ് ആണെന്നുള്ളത്, ഇൻ ബിറ്റ്വീൻ പോയിൻറ്റ്സ്. ബട്ട് ഈ ഒരു കേസിൽ നമുക്ക് അങ്ങനെ ഒരു സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ ഒന്നും വരുന്നില്ല. സോ ഇതിന് കറക്റ്റായിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് കറക്റ്റാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ദെൻ ഞാനിവിടെ പറഞ്ഞു 2xk+1 and 2yk+1 എന്ന് പറയുന്നത് ജസ്റ്റ് ഇതിൻ്റെ ഡബിൾ ചെയ്താൽ മതി. ആക്ച്വലി അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആക്ച്വലി 2xk+1 എന്ന് പറയുന്നത്
പ്രീവിയസ് വാല്യൂ +2 ആണ്. അതായത് ഇനിഷ്യലി ഇവിടെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്, അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക. അപ്പോൾ എല്ലാ 2xk+1ഉം പ്രീവിയസിനോട് 2 ആഡ് ചെയ്ത് പോകുന്നു. ദെൻ yk+1 എന്ന് പ്രീവിയസ് വാല്യൂൻ്റെ കൂടെ 2 മൈനസ് ചെയ്താണ് പോകുന്നത്. ഇവിടെയും 2 മൈനസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എക്സ് എല്ലാ കേസിലും 2 ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ y എല്ലാ കേസിലും നമ്മൾ 2 ഡിക്രിമെൻറ്റ് ചെയ്യുന്നില്ല. നമുക്ക് y ആവശ്യമുള്ള സമയം എന്ന് വെച്ചാൽ ഡിസിഷൻ പാരാമീറ്ററിൻ്റെ വാല്യൂ പോസിറ്റീവ് ആവുന്ന കേസിലാണ് നമുക്ക് 2yk വേണ്ടത്. ആ ഒരു കേസിൽ മാത്രമേ -2 ഇവിടെ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ പോസിറ്റീവ് ആവുന്ന കേസിൽ മാത്രമേ y ഡിക്രിമെൻറ്റ് ചെയ്യത്തുള്ളൂ. ഇവിടെ y ഡിക്രിമെൻറ്റ് ചെയ്തു, ദെൻ ഇവിടെ y ഡിക്രിമെൻറ്റ് ചെയ്തു. ഓക്കെ, ആക്ച്വലി നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ എല്ലാ കേസിലും കയറി എക്സ് കൂട്ടുന്ന പോലെ y ഡിക്രിമെൻറ്റ് ചെയ്ത് കളയും. അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് പോസിറ്റീവ് ഡിസിഷൻ പാരാമീറ്റർ വരുന്ന കേസിൽ മാത്രം y ഡിക്രിമെൻറ്റ് ചെയ്താൽ മതി. ബട്ട് എല്ലാവർക്കും തെറ്റിപ്പോവും. എല്ലാവരും എക്സ് 2 ആഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ വൈയും എല്ലാ സ്റ്റെപ്പിലും ചിലപ്പോൾ ഡിക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കും. ആ ഒരു മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പറഞ്ഞത്. നമുക്ക് ഈ ഒരു ഇക്വേഷൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ എടുത്ത് അതിന് ഡബിൾ ചെയ്ത് ഇവിടെ എഴുതി പോയാൽ മതി. സോ ഒന്നുകൂടെ പ്രോബ്ലം പറയാം. റേഡിയസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ 1 - ആയിരിക്കും. ആ ഡിസിഷൻ പാരാമീറ്ററിന് ഈ കോളത്തിൽ ആദ്യം തന്നെ എടുത്തരുത്. ദെൻ ആ ഡിസിഷൻ പാരാമീറ്റർ നോക്കിയിട്ട് ഓരോ സ്റ്റെപ്പിലും ആ കറസ്പോണ്ടിങ് സ്റ്റെപ്പിലെ സെയിം സ്റ്റെപ്പിലെ പോയിൻറ്റ്സും കണ്ടുപിടിക്കുക. 2xk+1ഉം 2yk+1ഉം കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് മൾട്ടിപ്ലൈയിങ് 2 to the x and y values. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡിസിഷൻ പാരാമീറ്റർ കൊണ്ട് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് വരുമ്പോൾ വീണ്ടും ഡിസിഷൻ പാരാമീറ്റർ നോക്കി എക്സ് വാല്യൂം വൈ വാല്യൂം കണ്ടുപിടിക്കുക. 2xk+1ഉം 2yk+1ഉം എടുത്തത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡിസിഷൻ പാരാമീറ്റർ കൊണ്ട് കണ്ടുപിടിക്കുക. ഈ ഒരു പ്രോസസ്സ് നമ്മൾ എക്സിൻ്റെ വാല്യൂ =y അല്ലെങ്കിൽ x>y ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോൾ ആകുന്നോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.